നമസ്തേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപമാനിതരാകായിട്ടുണ്ടോ? നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുകയും പൊതുവിഷയങ്ങൾ പറയുകയും ചില തമാശകളൊക്കെ പറയുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായി നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു അബദ്ധത്തെ ചൂണ്ടിക്കാണിക്കുകയും അത് പറഞ്ഞ് ചിരിക്കുകയും അതിന് ചില പൊടുപ്പും തങ്കുലും ഒക്കെ വെച്ച് അവതരിപ്പിക്കുകയും ചെയ്ത് എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അയാളും ചിരിച്ചു, നമ്മളും ഒന്ന് ചിരിച്ചു. പക്ഷേ അവിടെ നമ്മൾ ഇളിഭ്യനായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ മറുപടിയില്ലാതെ ഒരു അസ്വസ്ഥതയോടുകൂടി ആ സന്ദർഭത്തെ നേരിടുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള അപമാനങ്ങൾ മനുഷ്യർ സഹിക്കേണ്ടി വരാറില്ലേ? അത്തരം ഒരു സന്ദർഭത്തിൽ എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ആ രംഗം അവസാനിപ്പിച്ചു. പക്ഷെ നമ്മളിൽ അത് മായുന്നില്ല. നമ്മളത് കൊണ്ടു കിടക്കുകയാണ്. വീട്ടിലെത്തി ആ ചിന്തകളൊക്കെ അയവിറക്കി അതിലൂടെ ആ പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആളുകളോട് ഇടപെടുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഈ ചിന്തകൾ നമ്മളെ അലോസരപ്പെടുത്തി അസ്വസ്ഥമാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ കളിയാക്കിയതായ ആ സംഭവം, ആ അബദ്ധമോ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ബുദ്ധിമുട്ടോ ഒന്നും അല്ല വിഷയം. മറിച്ച് നമുക്ക് പ്രയാസം ഉണ്ടാക്കിയത് നമ്മുടെ ഒരു ജീവിതാനുഭവത്തെ അല്ലെങ്കിൽ ഒരു സങ്കടത്തെ അല്ലെങ്കിൽ ഒരു പരിമിതിയെ ഒരാൾ വിനോദമാക്കി മാറ്റി എന്നുള്ളതാണ്. നമ്മളത് വീണ്ടും മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അയാളത് എടുത്തിട്ടത്, എന്തിനാണ് എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്ത്, ആ ചിന്ത ഇങ്ങനെ നമ്മളെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ഓരോ ജീവിതാനുഭവത്തിനും കൊടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. നമ്മൾ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. മൈൻഡ് ഈസ് ദ ഇൻ്റർപ്രിറ്റർ ഓഫ് ഓൾ ഇവൻറ്റ്സ്. ആ സംഭവത്തെ നമ്മളെങ്ങനെ ഇവാലുവേറ്റ് ചെയ്തു, എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്തു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. ഇവിടെ ഒരു ഞൊണ്ടി ഞാൻ നടന്നു പോകുന്നു വിചാരിക്കുക. കാലുവേത്ത ആളാണ്. ഒരാൾ പുറകിൽ നിന്ന് ഞൊണ്ടി എന്ന് വിളിക്കുന്നു. ഇനി ഞൊണ്ടില്ലാത്തൊരാളെ ചിലർ ഞൊണ്ടി എന്ന് വിളിക്കുന്നു. ഞൊണ്ടി അല്ലാത്തൊരാൾക്ക് ഒരു തരത്തിലും അത് പ്രയാസം ഉണ്ടാക്കത്തില്ല. പക്ഷെ കാലിന് അല്പം പ്രയാസമുള്ള ഒരാളെ അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അയാൾക്ക് മനോവിഷമം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സാധാരണഗതിയിൽ ഒരു വാല്യൂ ഉള്ളൊരാൾ ഒരിക്കലും മറ്റൊരാളുടെ കുറവിനെ, പരിമിതിയെ, ചില നഷ്ടങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അയാളെ പരിമിതപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കില്ല. ഞൊണ്ടി ആയിട്ടൊരാളെ ഞൊണ്ടിയെന്നാരും വിളിക്കില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ. നന്മയുള്ള മനുഷ്യരാരും തന്നെ മറ്റുള്ളവരെ കിട്ടുന്ന അവസരങ്ങൾ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാം അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് അയാളുടെ ഒരു വൈകല്യമാണ്. സംതിങ് റോങ് വിത്ത് ഹിം. അയാളുടെ ഉള്ളിലുള്ള മനോഭാവത്തെ നമ്മൾ സ്വാംശീകരിച്ച് ആ ഭാവത്തിലേക്ക് നമ്മൾ എത്തേണ്ട ആവശ്യമില്ല. അവിടെ ശരിക്കും നമ്മൾ ബോധപൂർവമോ അബോധപൂർവമായോ ആ ഹ്യൂമിലിയേഷന് വിധേയമാവുകയാണ്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഒരു അവയർനെസ്സാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. ഇതുപോലെ പ്രതിസന്ധിയിലൂടെ ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന്, സർവൈവലാണ്. തീർച്ചയായിട്ടും അയാൾക്ക് അതിനെ അതിജീവിച്ചേ മതിയാവും. രണ്ടാമതായിട്ട് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഒരു ഡൊമിനേഷനാണ്. ആ ഇരിക്കുന്ന ആളിലും അതുപോലെ ഇത് അവതരിപ്പിച്ച ആളിലുമൊക്കെ ഒരു അധീശത്വം വരാൻ വേണ്ടി അവരെയൊക്കെ അപഹസിക്കുകയോ അല്ലെ പറഞ്ഞ ആളെ അതിനേക്കാൾ മോശമായ വാക്കുകളിലൂടെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്, ഒരു തിരിച്ചറിവ്. അയാളോട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരു സഹതാപമാണ്. മാനസിക പക്വത ആർജിച്ചിട്ടില്ലാത്തൊരാൾ, കുറച്ചുകൂടെ വ്യക്തത മാനസിക തലത്തിൽ വരേണ്ട ഒരാൾ എന്ന നിലയിലാണ് നമ്മൾ അയാളെ കാണേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സഹതാപം അർഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്കൊരു അവയർനെസ്സാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇങ്ങനെയുള്ളൊരാളാണത്, ഈ സാഹചര്യത്തിലാണ് അയാൾ അത് പറഞ്ഞിരിക്കുന്നത്, അയാളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ് ഇത്തരം പെരുമാറ്റത്തിലൂടെ അയാൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇനി പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിലൂടെ അതിനെ അതിജീവിക്കാൻ സാധിക്കും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ചിന്തിപ്പിക്കുന്ന മറുപടി അയാൾക്കും കൂടെ ഒരു പാഠമാവുന്ന രീതിയിൽ, ഏറ്റവും സഭ്യമായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ലളിതമായ ഒരു തമാശയിലൂടെ
അതിനെ കൗണ്ടർ ചെയ്യാം. അതുമല്ലെങ്കിൽ അയാളെ കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു കരുതലോടെയുള്ള മറുപടി നമുക്ക് കൊടുക്കാം. ഒന്നും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ മറുപടിക്കൊന്നും പ്രസക്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പുഞ്ചിരിയോടെയുള്ള സൗമ്യമായ ഒരു നിശബ്ദത, അതെല്ലാത്തിനും മറുപടിയാവും. ഒരുപക്ഷെ നിങ്ങളുടെ ആഴമായ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സഭ്യമായ പ്രകടനം അതായിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അപമാനിതമാകുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു അല്പം അകറ്റി നിർത്താം. എല്ലാത്തിനും മറുപടി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നിടത്ത് അധിക സമയം ചെലവഴിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ അതിജീവിക്കാം. ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്തായാലും ഇതുപോലെ അപമാനങ്ങളെല്ലാം പേറി ജീവിതത്തിലെ അസ്വസ്ഥതകളും ക്ഷീണങ്ങളും എല്ലാം സ്വയമേ വരിച്ച് നമ്മൾ ക്ഷീണിതരായി ജീവിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ആളുകളെ കരുതലോടെ കണ്ട് അവബോധത്തോടെ നമ്മുടെ ഉള്ളിലെ ആ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപമാനിതരാകാതിരിക്കുക. താങ്ക് യു. നമസ്തേ.